ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ബാംഗ്ലൂരിലുള്ള പാസ്റ്റർ എം.എ. വർഗീസ് വീണ്ടും ഒരു സൈക്കിളിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. പോസിറ്റീവ് സൈക്കിൾ ചിലർക്ക് ഓരോ 3 മാസം 6 മാസം 1 വർഷം കഴിയുമ്പോൾ ഓരോ നന്മ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെ പോസിറ്റീവ് സൈക്കിൾ എന്ന് വിളിക്കും. ചിലർക്ക് തിരിച്ച ഓരോ തിന്മയുണ്ടാകും. ഇന്ന് ഒരു അപകടമായിരിക്കും, 6 മാസം കഴിയുമ്പോൾ ഒരു കേസ് ആയിരിക്കും, പിന്നെ ഒരു 6 മാസം കഴിയുമ്പം ഒരു രോഗമായിരിക്കും, പിന്നെ ഒരു 6 മാസം കഴിയുമ്പോൾ ഒന്നിന്റെ ജോലി പോയതായിരിക്കും. ഇങ്ങനെ നെഗറ്റീവ് സൈക്കിൾ ഒരേ കാലഘട്ടത്തിൽ ഒരേ കാലയളവിന് ശേഷം സംഭവിക്കുന്നതിനെയാണ് സൈക്കിളുകൾ എന്ന് വിളിക്കുന്നത്. നെഗറ്റീവ് സൈക്കിളും പോസിറ്റീവ് സൈക്കിളും അനുഗ്രഹത്തിന്റെയോ ശാപത്തിന്റെയോ ലക്ഷണങ്ങളാകാം. വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമായിരിക്കും. അദ്ദേഹം പറയുന്നു വീണ്ടും സൈക്കിളുകൾ. കാരണം ഓരോരുത്തരുടെ ജീവിതത്തിൽ 6 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു കേസ് ഉണ്ടാകാം, പിന്നെ അത് രോഗമാകാം. ഇങ്ങനെ പല കാര്യങ്ങളാണ് 6 മാസത്തിനിടയിൽ ഇങ്ങനെ നെഗറ്റീവായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല എന്ന് ദൈവവചനം പഠിപ്പിക്കുകയും ശാപവും എല്ലാം അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി വഹിച്ചു എന്നാണ് പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ വിശ്വാസം പൂർണ്ണമല്ല. സത്യത്തിൽ ഇദ്ദേഹം ഇന്നും പ്രമാണത്തിൽ തന്നെ കിടക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് എന്നതിനുള്ള പ്രധാനമായ തെളിവാണ് ശാപത്തിലും ദോഷത്തിലും. അതായത് ന്യായപ്രമാണത്തിലെ ശാപമൊക്കെയാണ് അദ്ദേഹം എല്ലാ കാലങ്ങളിലും. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇദ്ദേഹത്തിന് റിപ്ലൈ കൊടുത്തുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പും ചെയ്തായിരുന്നു. അതിനകത്ത് ഇതേ കാര്യം തന്നെയാണ്, ശാപവും ദോഷവുമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ക്രിസ്തയേശുവിലുള്ളവർക്ക് എന്താണ് ഇനി ശാപവും ദോഷവും? അല്ലെ, കർത്താവ് ക്രൂശിലെല്ലാം പരിഹരിച്ചു, അതിൽ വിശ്വസിക്കുന്നവർക്ക് ദോഷമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, എല്ലാം ഒരു സൈക്കിൾ ആണെങ്കിൽ ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവം ചുഴലിക്കാറ്റില് ഇയ്യോബിനോട് ഉത്തരമരുളുന്നത് ഇങ്ങനെയാണ്: അറിവില്ലാത്ത വാക്കുകളാൽ ആലോചന ഇരുളാക്കുന്നവനാർ, നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക. ഞാൻ നിന്നോട് ചോദിക്കും, എന്നോട് ഉത്തരം പറയുക. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കുക. അതിന്റെ അളവ് നിയമിച്ചവനാ നീ അറിയുന്നുവോ? അല്ല, അതിന് അളവ് നൂൽ പിടിച്ചവൻ ആർ? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാർ സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അല്ല, അതിന്റെ മൂലക്കല്ലിട്ടവൻ ആർ? ഗർഭത്തിൽ നിന്ന് എന്നെ പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ കതകുകളാൽ അടച്ചവൻ ആർ? അന്ന് ഞാൻ മേഘത്തെ അതിനുടുപ്പും കൂരിലിനെ അതിന് ചുറ്റാടയുമാക്കി. ഞാൻ അതിന് അതിർ നിയമിച്ചു, കതകും ഓടാമ്പലും വെച്ചു. ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്. ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർവം നിലയ്ക്കുമെന്ന് കൽപ്പിച്ചു. ഭൂമിയുടെ അറ്റങ്ങളെ പിടിക്കേണ്ടതിനും ദുഷ്ടന്മാരെ അതിൽ നിന്ന് കുടഞ്ഞു കളയേണ്ടതിനും നിന്റെ ജീവിതകാലത്ത് ഒരിക്കലെങ്കിലും നീ പ്രഭാതത്തിലെ കൽപ്പന കൊടുക്കുകയും അരുണോദയത്തിന്റെ സ്ഥലം ആദേശിക്കുകയും ചെയ്തിട്ടുണ്ടോ? ഇത് മുദ്രയ്ക്ക് കീഴിലെ അരക്ക് പോലെ മാറുന്നു, വസ്ത്രം പോലെ ആ സകലം വിളങ്ങി നിൽക്കുന്നു. ദുഷ്ടന്മാർക്ക് വെളിച്ചം മുടങ്ങിപ്പോകുന്നു, ഓങ്ങിയ ഭുജവും ഒടിഞ്ഞു പോകുന്നു. നീ സമുദ്രത്തിന്റെ ഉറവുകോളം ചെന്നിട്ടുണ്ടോ? ആഴികളുടെ ആഴങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടോ? മരണത്തിന്റെ വാതിലുകൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? അന്ധതമസിന്റെ വാതിലുകളെ നീ കണ്ടിട്ടുണ്ടോ? ഭൂമിയിലെ വിഷാദത നീ ഗ്രഹിച്ചിട്ടുണ്ടോ? ഇതൊക്കെയും അറിയുന്നുവെങ്കിൽ പ്രസ്താവിക്കുക, വെളിച്ചം വസിക്കുന്ന സ്ഥലത്തേക്കുള്ള വഴിയേത്? ഇരുളിന്റെ പാർപ്പിടവും എവിടെ? നിനക്ക് അവയുടെ അതിരോളം കൊണ്ടുപോകാമോ? അവയുടെ വീട്ടിലേക്ക് പാത അറിയാമോ? നീ അന്ന് ജനിച്ചിരുന്നുവല്ലോ, നിനക്ക് ആയുസ്സും ഒട്ടും കുറവല്ലല്ലോ. നീ അത് അറിയാതിരിക്കുമോ? നീ ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? കന്മഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? ഞാൻ അവയെ കഷ്ടകാലത്തേക്ക് പോരും പടയുമുള്ള നാളിലേക്ക് സംഗ്രഹിച്ചു വച്ചിരിക്കുന്നു. വെളിച്ചം പിരിഞ്ഞു പോകുന്നതും കിഴക്കൻ കാറ്റ് ഭൂമിയിൽ വ്യാപിക്കുന്നതായ വഴിയേത്? നിർജ്ജനദേശത്ത് ആൾപ്പാർപ്പില്ലാത്ത മരുഭൂമിയിലും മഴ പെയ്യിക്കേണ്ടതിന് തരിശൂന്യമായ നിലത്തിന്റെ ദാഹം തീർക്കേണ്ടതിന് ഇളമ്പുല്ല് മുളപ്പിക്കേണ്ടതിനും ജലപ്രഭാവത്തിന് ചാലും ഇടിമിന്നലിന് പാതയും വെട്ടിക്കൊടുത്തതാർ? മഴയ്ക്ക് അപ്പനുണ്ടോ? അല്ല, മഴത്തുള്ളികളെ ജനിപ്പിച്ചതാർ? ആട് ഗർഭത്തിൽ നിന്ന് ഹിമം പുറപ്പെടുന്നു. ആകാശത്തിലെ നീഹാരത്തെ ആർ പ്രസ്തവിക്കുന്നു? വെള്ളം കല്ലുപോലെ ഉറച്ചു പോകുന്നു, ആഴിയുടെ മുഖം കട്ടിയായി തീരുന്നു. കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? മകരത്തിന്റെ ബന്ധനങ്ങൾ
അഴിക്കാമോ? നിനക്ക് രാശിചക്രത്തെ അതിൻ്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ? സപ്തർഷികളെയും മക്കളെയും നിനക്ക് നടത്താമോ? ആകാശത്തിലെ നിയമങ്ങളെ നിനക്കറിയാമോ? അതിന് ഭൂമിയിന്മേലുള്ള സ്വാധീനത്തെ നിർണയിക്കാമോ? ഇങ്ങനെ കുറെ പ്രസ്താവനകൾ. കാരണം യോബിന്റെ ജീവിതത്തിൽ കഷ്ടം വരുമ്പോൾ അയാൾ തകർന്നു പോവുകയാണ്, ഇനി അയാൾക്ക് ഒരു രക്ഷയുമില്ല എന്ന് വിഷമിക്കുമ്പോൾ ദൈവം അവന് ചുഴലിക്കാറ്റിലൂടെ ഉത്തരമരുളുന്ന ഭാഗമാണ് ഞാൻ വായിച്ചത്. അപ്പോ എല്ലാം അറിയുന്ന, നമ്മുടെ നിലവുകളെയും വേദനകളെയും അറിയുന്ന ദൈവം നമുക്ക് ദോഷമായിട്ടല്ലേ, നമുക്ക് ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല എന്ന് നമ്മൾ പാട്ട് പാടുന്നവരല്ലേ അല്ലേ? എന്റെ ദോഷമായിട്ടൊന്നും എൻ്റെ താതൻ എന്നോട് ചെയ്യുകയില്ല എന്ന് 40 വട്ടം ക്രിസ്ത്യാനികൾ പാട്ട് പാടുന്ന ക്രിസ്ത്യാനികളാണ്. ആ ക്രിസ്ത്യാനികൾ തന്നെ പറയുകയാണ്, ഞങ്ങൾ ഇന്ന് ശാപത്തിന്റെ കീഴിലാണ്, ഞങ്ങൾ രോഗത്തിന്റെ കീഴിലാണ്. കർത്താവായ യേശുക്രിസ്തു നിന്റെ ശാപവും രോഗവും വഹിച്ചാണ് ക്രൂശിന്മേൽ മരിച്ചു എന്ന് വിശ്വസിക്കാൻ കഴിയാതെ ഇന്നും ഇങ്ങനെ കള്ള സുവിശേഷങ്ങൾ ചെയ്യുന്ന എല്ലാ പാസ്റ്റർമാരോടും ഒരിക്കലൂടെ പറഞ്ഞുകൊള്ളട്ടെ, കർത്താവായ യേശുക്രിസ്തു ക്രൂശിലെല്ലാം നിർവഹിച്ചു. അതിൽ വിശ്വസിക്കാതെ വീണ്ടും വീണ്ടും ശാപവും ദോഷവും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശാപമുറിക്കൽ ശുശ്രൂഷകളും നടത്തി ജീവിതം കലക്കിയിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ കുറെ ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ നരകത്തിലേക്ക് തള്ളിവിടുക എന്നുള്ള സത്യം മാത്രമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.